Meet the editors. തരൂരിൻ്റേത് വെല്ലുവിളിയോ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിലാണ് ഇപ്പോൾ തരൂരിൻ്റെ പ്രതികരണം. നേരത്തെ ലേഖനമായിരുന്നു, ഇപ്പോൾ മറ്റൊരു പ്രതികരണമായി തന്നെ, പരസ്യ പ്രതികരണമായി തന്നെ വന്നിരിക്കുകയാണ്. അതൊരു പാർട്ടി വെല്ലുവിളിക്കൽ തന്നെയല്ലേ? അതെ, നിശ്ചയമായിട്ടും. ഇപ്പം നോക്കൂ, ഏറ്റവും പ്രധാനമായിട്ട് ഈ അഭിമുഖത്തിൽ തരൂർ പറയുന്നത് തരൂരിന് കേരളത്തിലൊരു പാൻ കേരള ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നാണ്. അത് എക്രോസ് പാർട്ടി ആക്സെപ്റ്റൻസ് ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നു. പാർട്ടിക്കൊക്കെ അതീതമായി നല്ലൊരു വിഭാഗം ആളുകൾ തരൂരിനെ മുന്നിൽ നിർത്തുന്നു, തരൂരിനെ വേറിട്ട് കാണുന്നു. ഇതാണ് അദ്ദേഹത്തെക്കുറിച്ച് അവതരിപ്പിക്കുന്ന ഒരു ഇമേജ് എന്ന് പറയുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ 2009 ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അത് അദ്ദേഹം അന്ന് വരുമ്പോൾ അദ്ദേഹം UN അധ്യക്ഷ സ്ഥാനത്തേക്ക്, UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ട് വരുന്ന ഒരു ആളാണ് അല്ലേ. അന്ന് ആ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ചു, അദ്ദേഹം തോറ്റുപോയെങ്കിൽ കൂടിയും ഇൻ്റർനാഷണലി അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇമേജ് ഉണ്ടായിരുന്നു. മാത്രമല്ല, അതിന് മുമ്പ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ജോയിൻറ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ആ വലിയ പദവികളിൽ എഴുത്തുകാരൻ, ഒരു അന്തർദേശീയ പൗരൻ എന്നൊക്കെയുള്ള നിലയ്ക്ക് വലിയ രീതിയിൽ ആളുകൾ ബഹുമാനത്തോടെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കാണ് 2009 തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരത്തിനിറങ്ങുന്നത്. നിശ്ചയമായും അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ ഇമേജിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടെ അവിടെ വിജയിച്ചു വരാൻ കഴിഞ്ഞു. ഏതാണ്ട് 2 വോട്ടിൻ്റെ കുറവേ ഉള്ളൂ 1,00,000-ന്. 99,998 വോട്ടുകൾക്കാണ് അദ്ദേഹം അവിടെ വിജയിക്കുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വിജയത്തെ അല്ല നമ്മൾ കാണേണ്ടത്. അതിനുശേഷം 2014 തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണേണ്ടത്. കാരണം അപ്പോഴാണ് ശശി തരൂർ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയ്ക്ക് വിലയിരുത്തപ്പെടുന്നത്. ആ 2014 തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? 2014 തെരഞ്ഞെടുപ്പിൽ തരൂരിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 15,470 വോട്ടാണ്. 15,470 വോട്ടിനാണ് അദ്ദേഹം O രാജഗോപാലിനെ പരാജയപ്പെടുത്തി വിജയിച്ചു വരുന്നത്. നമുക്കറിയാലോ, ഒരു ഘട്ടത്തിൽ O രാജഗോപാൽ വിജയിച്ചു എന്ന് വരെ തീരുമാനിക്കപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു. അങ്ങനെ പ്രതികരിക്കുകയും ചെയ്തു രാജഗോപാലും. അപ്പോൾ എന്താ സംഭവിച്ചത്? ഈ പറയുന്ന 1,00,000 എന്ന് പറയുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് എങ്ങനെയാണ് ശശി തരൂരിൻ്റെ ഭൂരിപക്ഷം 15,470 കുറഞ്ഞത്? നിശ്ചയമായും O രാജഗോപാൽ എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനാർത്ഥി തന്നെയാണ്, അവിടെ ഒരു സംശയവും അക്കാര്യത്തിലാണെന്ന് വേണ്ട. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ വിശ്വപൗരൻ ഇമേജ്, ഇദ്ദേഹത്തിന് ഇൻ്റർനാഷണലി ഉള്ള ആക്സെപ്റ്റൻസ്, ഇദ്ദേഹത്തിന് യുവാക്കൾക്കും യുവതികൾക്കും ഇടയിലുള്ള ആക്സെപ്റ്റൻസ്, ഇദ്ദേഹത്തിന് നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്കിടയിലുള്ള ആക്സെപ്റ്റൻസ്, ഇതൊക്കെ ഉണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വിജയം കൂടുതൽ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാണല്ലോ അദ്ദേഹത്തിന് കഴിയേണ്ടത്. എന്ന് മാത്രമല്ല, വിയർത്ത് ജയിക്കുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു 2014 ശശി തരൂരിനെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇനി 2019 അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നുണ്ട്. 2019 സാഹചര്യം മറ്റൊന്നായിരുന്നു കേരളത്തിൽ. കാരണം എന്താ, ശബരിമല പ്രതിഷേധം നടക്കുന്നു, അതേപോലെ തന്നെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ഈ 2 ഘടകങ്ങളും വളരെ പോസിറ്റീവ് ആയിരിക്കുമ്പോൾ 19 സീറ്റിൽ വിജയിച്ചു വരികയല്ലേ കോൺഗ്രസ്. ആ വിജയത്തിൻ്റെ ഒരു കാറ്റ് ആ പറയുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തരൂരിനും ഗുണകരമായി. വീണ്ടും അദ്ദേഹം 1,00,000 അടുത്ത വോട്ടിനാണ്, 1,00,000 എത്തിയില്ലെങ്കിൽ പോലും 11 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ വിജയിച്ചു വരുന്നത്. പക്ഷേ 1989 അതെ, പിന്നെന്താ 11 വോട്ടിൻ്റെ കുറവ്. ഇനി എന്താ 2024 തെരഞ്ഞെടുപ്പ്? 2024 തെരഞ്ഞെടുപ്പിൽ എന്താ സാഹചര്യം? എത്ര വോട്ടിനാണ് ജയിച്ചത്? 16,077 വോട്ടിനാണ് ജയിച്ചത്. 16,077 വോട്ടിന് ജയിച്ചു എന്ന് പറയുമ്പോൾ ആരാ അപ്പുറത്തെ സ്ഥാനാർത്ഥി? രാജീവ് ചന്ദ്രശേഖറാണ് സ്ഥാനാർത്ഥി. അപ്പോൾ ഈ പറയുന്ന എന്താണ് അങ്ങനെയാണെങ്കിൽ ഈ ആ സമയത്തൊക്കെ ആളുകൾക്ക് വെച്ചാൽ പാർട്ടിക്ക് അതീതമായി ചിന്തിച്ച് ശശി തരൂർ എന്ന് പറയുന്ന മഹത്തായ വ്യക്തിത്വത്തിനെ പിന്തുണയ്ക്കാൻ കഴിയാതിരുന്നെന്താ? മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഈ അർബൻ സെൻറ്റേഴ്സിലൊക്കെ വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു ക്ലൗട്ടുണ്ട്, അതേപോലെ തന്നെ IT സെക്ടറിൽ വലിയ ക്ലൗട്ടുണ്ട്, യുവജനങ്ങൾക്കിടയിൽ വലിയ ക്ലൗട്ടുണ്ട് എന്നൊക്കെയാണല്ലോ അദ്ദേഹം പറയുന്നത്. എന്നാൽ എന്താ സംഭവിച്ചത്? ഈ തെരഞ്ഞെടുപ്പിൽ 70% വോട്ടുണ്ടുമ്പം സിറ്റി സെൻറ്റേഴ്സിൽ മുഴുവൻ ഏതാണ്ട് 20,000 വോട്ട് പുറകിലാണ്. അപ്പോൾ ഈ ഇദ്ദേഹത്തെ ശശി തരൂരിനെ പിന്തുണച്ചത് ആരാന്നറിയാമോ? പാറശാല, കോവളം, നെയ്യാറ്റിൻകര ഈ മേഖലയിലുള്ള വോട്ടാണ് എല്ലാ പ്രാവശ്യവും. 2014 അങ്ങനെ തന്നെയാണ്. പാറശാലയും കോവളവും നെയ്യാറ്റിൻകരയുമാണ് രക്ഷിച്ചത്. എന്നാൽ ഒരു കാര്യം ശശി തരൂർ ചെയ്തല്ലോ, വിഴിഞ്ഞത്തിനെതിരായിട്ടൊരു സമരം നടന്നു. വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ടല്ല കോൺഗ്രസിൻ്റെ സമരം, അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമരം. ആ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ള ഉറപ്പുകൾ പാലിക്കാതിരിക്കുന്നതിനെതിരായിട്ടാണ് അവിടെ മത്സ്യത്തൊഴിലാളികൾ സമരം ചെയ്തത്. ആ സമരത്തിൽ ശശി തരൂർ എവിടെയായിരുന്നു? ശശി തരൂർ അദാനിക്കൊപ്പമായിരുന്നു. അവിടെ കോൺഗ്രസ് സമരത്തിനിറങ്ങി നിന്നു. ആ സമരത്തിനിറങ്ങി നിന്നതുകൊണ്ടാണ് ആ വിശ്വാസം കോൺഗ്രസ്സിൽ ഇപ്പോഴും ആ മത്സ്യത്തൊഴിലാളികൾക്കുള്ളത്. എന്ന് മാത്രവുമല്ല, ഈ 2009 2014 2024 2024 ഞാൻ പ്രത്യേകം പറയുന്നു, അവിടെ ക്രോസ് വോട്ടിംഗ് നടക്കുന്നുണ്ടെന്നേ. ക്രോസ് വോട്ടിംഗ് കൂടി നടക്കുന്നുണ്ട്. കാരണം വെച്ചാൽ അല്ലെങ്കിൽ BJP ജയിച്ചു വരുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ വളരെ സെക്കുലർ ആയിരിക്കുന്ന അവിടുത്തെ വോട്ട് ബാങ്ക്, പ്രത്യേകിച്ച് പാറശാല
പാറശാല, നെയ്യാറ്റിൻകര, കോവളം ഭാഗത്തെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇതൊക്കെ ചേർന്നാണ് കഷ്ടിച്ച് ഈ പറയുന്ന ശശി തരൂർ ജയിച്ചു വരുന്നത്. ഇദ്ദേഹം അവകാശപ്പെടുന്നത് കണക്ക് അദ്ദേഹത്തിന് കോൺഗ്രസിന് പുറത്തൊരു വലിയ ഇമേജ് ഉണ്ട് എങ്കിൽ ഈ പറയുന്ന 1 ലക്ഷം 1.5 ലക്ഷമൊക്കെ ഭൂരിപക്ഷത്തിന് വിജയിച്ചു വരേണ്ടതാണ്. അങ്ങനെ ഒരു സാഹചര്യമില്ല. അത് ടെസ്റ്റ് ചെയ്യപ്പെട്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെതുപോലെ തന്നെയുള്ള ഈ IT സെക്ടറിലടക്കം അല്ലെങ്കിൽ ഈ അർബൻ വോട്ടേഴ്സിനിടയിൽ അതേ പ്രതിച്ഛായുണ്ട്. അതിന്റെ കോമ്പീറ്റൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കോമ്പറ്റീഷനാണ് നമ്മൾ കണ്ടത് രാജീവ് ചന്ദ്രശേഖർ വന്നപ്പോൾ. നിശ്ചയമായിട്ടും അതുകൊണ്ടാണ്. മാത്രമല്ല BJPയുടെ ഇപ്പോഴത്തെയും വിലയിരുത്തൽ എന്താണെന്നറിയോ? തിരുവനന്തപുരം മണ്ഡലത്തിൽ അവർ പുറകെ പോയി. അവർ പ്രതീക്ഷിച്ചില്ല. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചില്ല. ആ മണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടായില്ല എങ്കിലുണ്ടല്ലോ ഈ പറയുന്ന ശശി തരൂർ തോറ്റുപോകും. 16,077 വോട്ടിന്റെ വ്യത്യാസമാണുള്ളത്. അപ്പം രാജീവ് ചന്ദ്രശേഖർ ഹാർഡ്ലി 2 months ക്യാമ്പയിൻ ചെയ്തിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം സ്വയം ധരിച്ചിരിക്കുന്നതോ ആയ ഒരു ഇമേജ് ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ? വേണോ? ഞാൻ പറയുന്നത് സംസ്ഥാന വ്യാപകമായി നടന്ന് പാർട്ടി പ്രവർത്തനമൊന്നും നടത്തുന്നില്ല എന്ന് അദ്ദേഹം തന്നെ ഈ പറയുന്ന അഭിമുഖത്തിൽ പറയുന്നുണ്ട്. ഞാനൊരു പ്രചാരണവും നടത്തുന്നില്ല, എന്നിട്ട് പോലും ഞാൻ മുന്നിൽ നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ഈ നാളെ അവിടെ ആ ലോക്സഭാ മണ്ഡലത്തിൽ ശ്രീവരാഹം എന്ന് പറയുന്ന പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പാണ്, വാർഡിൽ ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ എപ്പോഴെങ്കിലും ഒരു പ്രചാരണത്തിന് പോയിട്ടില്ല ഈ ശശി തരൂർ. ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് പല വാർഡ് ഉപതെരഞ്ഞെടുപ്പുകൾ തിരുവനന്തപുരം നഗരത്തിൽ നടന്നിട്ടുണ്ട്, തിരുവനന്തപുരം മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. അവിടെയൊന്നും ഒരു പ്രവർത്തകനായിട്ട് അദ്ദേഹം പോയിട്ടില്ല, പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടില്ല. അതൊക്കെയല്ലേ അദ്ദേഹം ചെയ്യേണ്ടത്? അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ അത്? ആ മണ്ഡലത്തിൽ, ആ ലോക്സഭാ മണ്ഡലത്തിലെ വാർഡുകളെല്ലാം വിജയിപ്പിച്ചു കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ പാർട്ടി വിജയിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ പാർട്ടി പ്രവർത്തനം തന്നെ അദ്ദേഹം നടത്തുന്നില്ല. ഇനി മറ്റൊരു കാര്യം പറയട്ടെ, ഇദ്ദേഹം ജനങ്ങൾക്ക് വളരെ പ്രിയങ്കരനാണെന്ന് പറയുന്നു. ആർക്കെങ്കിലും ആക്സസിബിൾ ആണോ ശശി തരൂർ? നിങ്ങൾക്ക് രമേശ് ചെന്നിത്തല വിളിക്കാം കേട്ടോ, ഒന്നുകിൽ അദ്ദേഹം ഫോൺ എടുക്കും, അല്ലെങ്കിൽ തിരിച്ചു വിളിക്കും. VD സതീശനെ വിളിക്കാം, കെ സുധാകരനെ വിളിക്കാം, KC വേണുഗോപാലിനെ വിളിക്കാം, ആരെയും വിളിക്കാം. പക്ഷേ ശശി തരൂരിലേക്ക് എത്താൻ സാധ്യമേ അല്ല. എത്ര ലെയർ കടക്കണം എന്നറിയാം ശശി തരൂരുമായിട്ട് അക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം ജനകീയനാണെന്ന് അദ്ദേഹം തന്നെ ധരിച്ചു വെച്ചിരിക്കുന്നത്? പിന്നെ നിശ്ചയമായിട്ടും 2009 അദ്ദേഹം വന്നിറങ്ങുന്ന സമയത്ത് ഉണ്ടാക്കിയൊരു ഉണ്ടായൊരു ഇമേജുമുണ്ട്. ആ ഇമേജ് പിന്നെ നിലനിന്നൊന്നും പറയാൻ കഴിയില്ല. മാത്രമല്ല 2009 മത്സരിച്ച സമയത്ത് കോൺഗ്രസ് വലിയ രീതിയിലല്ലേ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്ത് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ എടുത്തില്ലേ, വിദേശകാര്യ സഹമന്ത്രി ആയിരുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത്? IPL സ്വെറ്റ് ഓഹരി അടക്കമുള്ള വിവാദങ്ങളിൽപ്പെട്ട സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് തുടരാൻ കഴിയാതെ പോയത്. അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ, ഈ പറയുന്ന 2008 ലോകത്ത് സാമ്പത്തിക മാന്ദ്യം വന്ന സമയത്ത് രാജ്യത്തെ സർക്കാർ ഒരു ഓസ്റ്ററിറ്റി പ്ലാൻ പ്രഖ്യാപിച്ചു. അതായത് എല്ലാവരും ചെലവ് കുറയ്ക്കണം എന്ന് പ്രഖ്യാപിച്ചു, ചെലവ് കുറച്ച് ജീവിക്കണം. അന്ന് ശശി തരൂർ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് താമസിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ബംഗ്ലാവ് ശരിയാകുന്നുണ്ട്. അപ്പോൾ അവിടെ താമസിക്കുക മാത്രമല്ല, അദ്ദേഹം ബിസിനസ് ക്ലാസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് അദ്ദേഹം നടത്തിയൊരു പ്രയോഗമുണ്ട്, കാറ്റിൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട്, അല്ലേ? കന്നാലികൾ യാത്ര ചെയ്യുന്നത് പോലെ ഞാനും യാത്ര ചെയ്തോളാം, ഇവിടെ ഇപ്പോൾ ഓസ്റ്ററിറ്റി ഒക്കെ നടക്കട്ടെ, നമുക്ക് വലിയ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞ് അപഹസിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തെ പ്ലേസ് ചെയ്തിട്ടൊരു നിലവാരത്തിൽ. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയാവോ? ശശി തരൂർ രാഹുൽ ഗാന്ധിയായിട്ട് മീറ്റ് ചെയ്തിട്ട് ആ മീറ്റിങ്ങിനകത്ത് ശശി തരൂരിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ വലിയ ചുമതലകൾ അദ്ദേഹത്തിന് ലഭിക്കണം എന്നുള്ളതാണ്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അദ്ദേഹം പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു, വിജയിച്ചില്ല. 11% വോട്ട് കിട്ടിയെന്നുള്ള വസ്തുതയാണ്. 11% വോട്ട് കിട്ടിയ ആൾ എന്നുള്ള നിലയ്ക്ക് ശശി തരൂരിനെ CWCയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുകയും ചെയ്തു. കാരണം അങ്ങനെ അക്കോമഡേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടിക്കെതിരെ പാർട്ടിയിൽ മത്സരിക്കുന്ന ആളുകൾക്ക് ഒതുക്കിക്കളയുന്ന ഒരു രീതി ഉണ്ടെന്നുള്ളൊരു ഇമേജ് കൂടി വരും. അപ്പോൾ എന്ത് പറ്റി? ഖാർഗെ ദേശീയ അധ്യക്ഷനാണ്, അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ല. 2, സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിയാണ് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, ആ പോസ്റ്റില്ല. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? PSCയുടെ ചെയർമാൻ സ്ഥാനമാണ്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ. അത് KC വേണുഗോപാലിനാണ് കൊടുത്തിരിക്കുന്നത്, അവിടെയും റോളില്ല. പിന്നെ പാർലമെൻറ്റിൽ അത് ഇരിക്കുന്നത് 4ാമത്തെ നിരയിലെങ്ങാണ്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം ഒഴിവാക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമുണ്ട്. പിന്നെ ശശി തരൂർ ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഈ CWC ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ CWC ശരിയാണ്, ഈ പറയുന്ന സ്ഥിരം ക്ഷണിതാക്കൾ, പ്രത്യേക ക്ഷണിതാക്കൾ, എക്സ് ഒഫിഷ്യോ മെമ്പേഴ്സ്, പിന്നെ എല്ലാ PCC അധ്യക്ഷന്മാർ, ഇവരുടെയൊക്കെ കൂടെ ഒരു മഹാസമ്മേളനമാണ് ഈ പറയുന്ന കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയുടെ ചിത്രമൊക്കെ. അതും ഈ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം വെച്ചാൽ എല്ലാവരും നിലത്തിരുന്നിട്ട് ഒരു 10-15 പേരെ ഉണ്ടാവുള്ളൂ. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ്. വലിയ ടവറിംഗ് ആയിട്ടുള്ള നേതാക്കളാണ് ശരത് പവാർ, നരസിംഹറാവു, മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി, ഇങ്ങനെയൊക്കെ പറയുന്ന അർജുൻ സിംഗ്, ഇങ്ങനെയൊക്കെയുള്ള വലിയ നേതാക്കളുടെ ഒരു കൂട്ടമാണ്. കെ കരുണാകരൻ, ഓഫ് കോഴ്സ്, AK ആൻ്റണി. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു 10-15 പേരുടെ ഒരു CWC ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് വളരെ എക്സ്ക്ലൂസീവായ ഡിസിഷൻസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇതൊരു വലിയ കോൺഫറൻസ് ആയി മാറിയിരിക്കുന്നു. അപ്പോൾ അവിടെയും മൂപ്പർക്ക് പ്രശ്നമുണ്ട്, വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല എന്ന്. പിന്നെ സച്ചിൻ പൈലറ്റൊക്കെ അടക്കമുള്ള പുതിയ തലമുറ നേതാക്കൾക്കാണ് കൂടുതലും ഇവർ പ്രാധാന്യം കൊടുക്കുന്നതും ചുമതല കൊടുക്കുന്നു. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ കേന്ദ്രത്തിലൊരു പോസിബിലിറ്റി ഇല്ലാന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് കേരളത്തിലൊരു ചുമതലയാണ്. അതൊരു താക്കോൽ സ്ഥാനം തന്നെയാണ്, ഒരു ചെറിയ കാര്യമല്ല ശശി തരൂർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അതിന് കേരളവും സമ്മതിക്കത്തില്ല, കേന്ദ്രവും സമ്മതിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ഇപ്പോൾ ശശി തരൂരിൻ്റെ പ്രശ്നം എന്താ? 18 MPമാരിൽ ഒരു MP മാത്രമാണ് അദ്ദേഹം.
വേറൊരു റോളുമില്ല. CWC മെമ്പർ എന്ന് പറയാം, നമുക്കറിയാലോ അദ്ദേഹത്തിന് ഒരു റൂം തന്നെ അനുവദിച്ചിട്ടില്ല. അതൊന്നും ശരിയല്ല. ഇപ്പോൾ ഇന്ദിരാഭവനിൽ അദ്ദേഹത്തിന് ഒരു റൂമൊക്കെ കൊടുക്കേണ്ടതാണ്. ഞാൻ പറയട്ടെ, ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പർക്ക് കേരളത്തിലെ കോൺഗ്രസിന് മേലുള്ള അധികാരം എത്രയാണെന്നറിയാമോ? ചെറിയ അധികാരമാണോ? ഇപ്പോൾ കെ കരുണാകരനും എ കെ ആന്റണിയൊക്കെ ഈ കേരളത്തിലെ പാർട്ടിയെ നിയന്ത്രിച്ച് നിർത്തിയത് എങ്ങനെയാണ്? CWC മെമ്പർ എന്നുള്ള നിലയ്ക്കാണ്. ആ രീതിയിലൊരു ആക്സെപ്റ്റൻസ് ശശി തരൂരിന് ഇവിടെ കിട്ടിയിട്ടില്ല എന്നൊരു പ്രശ്നമുണ്ട്. അത് ശരിയാണോ എന്നുള്ളത് കോൺഗ്രസ് അന്വേഷിക്കണം. ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം എന്താണെന്നറിയോ? ആബ്സെൻസ് ഓഫ് എ ലീഡർ എന്നുള്ളതാണ്. ആബ്സെൻസ് ഓഫ് എ ലീഡർ, ഒരു നേതാവില്ല എന്നുള്ളതാണ് പറയുന്നത്. കോൺഗ്രസിന് ഒരിക്കലും ഒരു നേതാവായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. എന്നാൽ എപ്പോഴും രണ്ട് ശക്തമായ ഗ്രൂപ്പുകളും അവിടെ രണ്ട് നേതാക്കളും ഉണ്ടായിരുന്നു. അവർ പരസ്പരം മത്സരിച്ചുകൊണ്ടാണ് അതിലൊരാൾ പവർഫുള്ളായിട്ട് വരുന്നത്. അത് കാലങ്ങളായിട്ട് മാറി വരും, തിരിഞ്ഞും വരും. കരുണാകരൻ ചിലപ്പം ആകും, അല്ലെങ്കിൽ ചിലപ്പോൾ എ കെ ആന്റണി ആകും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. അവരുടെ കാലം കഴിഞ്ഞപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയായിരുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലീഡർഷിപ്പില്ല. ഇവിടെ ഇപ്പോൾ VD സതീശൻ, കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ഇങ്ങനെ ഒരുപാട് ആളുകൾ പിന്നെ നിരന്ന് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശശി തരൂർ പറയുന്നതിനകത്ത് ഒരു കാര്യം ഞാൻ ഉൾക്കൊള്ളുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പാർട്ടി തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. അതായത് 2026 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്ലാൻ എന്താണ് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, അദ്ദേഹം ഈ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് സഖ്യകക്ഷികളുടെയും കൂടി പിന്തുണ അദ്ദേഹത്തിനുണ്ടെന്നാണ് പറയുന്നത്. ശശി തരൂരിന് സഖ്യകക്ഷി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് അങ്ങനെ ഒരു പിന്തുണയുമില്ല. മുസ്ലിം ലീഗിൻ്റെ ഒരു പിന്തുണ അർത്ഥത്തിൽ ശശി തരൂരിന് ഇപ്പോഴില്ല. ശശി തരൂർ ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം ലീഗ് നേതാവുമായിട്ട് സംസാരിച്ചു, ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം വെച്ചാൽ കോൺഗ്രസിനോട് വിമർശനമുണ്ട്. ആ കോൺഗ്രസിനോടുള്ള വിമർശനം പിന്നെ അവരെല്ലാവരുമായിട്ടും പങ്കുവയ്ക്കുന്നുണ്ടാവും, അത് ശശി തരൂരിനോടും പങ്കുവയ്ക്കുന്നുണ്ടാവും. കോൺഗ്രസിനോടുള്ള വിമർശനം എന്താണെന്ന് അറിയാം അവരുടെ. അത് എന്നോട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മുഖ്യമന്ത്രിയായാൽ മതി, പാർട്ടി വിജയിക്കണമെന്നില്ല എന്നാണ് പറഞ്ഞത്. പാർട്ടിയും UDF വിജയിക്കണമെന്നില്ല, മുഖ്യമന്ത്രി ആയാൽ മതി എന്നുള്ളതാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വിമർശനം മുസ്ലിം ലീഗിന് വളരെ ശക്തമായിട്ട് പിന്നെ കോൺഗ്രസിനോടുണ്ട്, അത് അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പറയുന്ന സഖ്യകക്ഷികളുടെ പിന്തുണ, പിന്നെ അതുപോലെ തന്നെ ജനങ്ങളുടെ ഒരു നല്ല പിന്തുണ, ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ ലോകത്താണ് ശശി തരൂർ ഉള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് പാർട്ടിയിൽ പോലും അദ്ദേഹത്തോടൊപ്പം വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇപ്പോഴത്തെ ഒരു ഈ പറയുന്ന ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ശശി തരൂർ ഇനി എങ്ങോട്ട്. കാരണം വെച്ചാൽ അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എനിക്ക് വേറെ പണി നോക്കാൻ അറിയാം, എനിക്ക് വേറെ പണിയുണ്ട് എന്നൊക്കെ പറയുന്നുള്ളൂ. എഴുത്ത് വായനയൊക്കെയാണ് അദ്ദേഹം പറയുന്നതെങ്കിൽ കൂടി മാത്രമല്ല അന്താരാഷ്ട്ര ഫോറങ്ങളുണ്ട്, അവിടെയൊക്കെ പോയി പ്രസംഗിക്കാം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ കൂടിയും വലിയൊരു ചർച്ചകൾ നടക്കുന്നത് അദ്ദേഹം BJP-യിലേക്കാണോ CPM-യിലേക്കാണോ എന്നൊക്കെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശശി തരൂർ നമ്മൾ കാണുന്നത്, ശശി തരൂർ വളരെ അംബീഷ്യസ് ആയ പ്രോജക്റ്റുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ വലിയ പ്രോജക്റ്റുകൾ അദ്ദേഹത്തിനുണ്ട്. അത് അദ്ദേഹം ഈ ചെറിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരാളായിട്ട് നമ്മളങ്ങനെ വിലയിരുത്തിക്കൂടാ. ഇപ്പോൾ CPM പോലൊരു ഓപ്ഷൻ ഒരിക്കലും ശശി തരൂർ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താ, CPM-ന് ആകപ്പാടെ ക്ലെയിം ചെയ്യാവുന്ന ഏക സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. കേരളം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവരുടെ കയ്യിൽ. ബംഗാളിലൊന്നും അടുത്തൊന്നും അവർ തിരിച്ചു വരാൻ പോകുന്നില്ല, ത്രിപുരയിൽ വരാൻ പോകുന്നില്ല. പിന്നെ കേരളമാണ് ആകപ്പാടെ ഉള്ളൊരു സാധ്യത എന്ന് പറയുന്നത്. അവിടെ ഇദ്ദേഹത്തിന് എന്ത് പൊസിഷൻ കൊടുക്കാനാവുള്ളത്? അപ്പോൾ കേരളത്തിൽ ഈ CPM-ൻ്റെ എന്താ KV തോമസിൻ്റെ പദവിയാണ്, KV തോമസിൻ്റെ പദവിയിൽ കേരള ഹൗസിൽ പോയി ഇരിക്കാനാണോ ശശി തരൂർ ആലോചിക്കുക? അങ്ങനെയുള്ള ആലോചനകളിലേക്ക് പോകാനേ കഴിയില്ല. പിന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് BJP-യിലേക്ക് പോവുക. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം BJP-ക്ക് എതിരായിട്ട് ശശി തരൂർ പറഞ്ഞൊക്കെ വിഴുങ്ങേണ്ടി വരില്ലേ? നമ്മളിപ്പോൾ കണ്ടതാണ്, ഒരു രാത്രി കൊണ്ട് സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ ആൾ കോൺഗ്രസിലേക്ക് മാറുന്നു, അതേപോലെ സരിൻ എന്ന് പറയുന്ന ആൾ കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് മാറുന്നു. അതൊക്കെ അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ്. രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ പറ്റും കേട്ടോ, രാഷ്ട്രീയത്തിൽ അങ്ങനെയൊക്കെ പറ്റും. അവസരങ്ങളുടെ കലയാണ് രാഷ്ട്രീയം എന്നല്ലേ പറയുക. പക്ഷേ ശശി തരൂർ വലിയ പുസ്തകങ്ങളൊക്കെ എഴുതി ശശി തരൂരിൻ്റെ ഒരു ആൻറ്റി ഹിന്ദുത്വ നിലപാടുണ്ട് വളരെ ശക്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ നിലപാടൊക്കെ പിന്നെ മാറ്റിക്കൊണ്ട് ശശി തരൂർ അങ്ങനെ BJP-യിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്? ഒന്നുമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ പല ആളുകൾ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇനി മറ്റൊരു പാർട്ടി ഉണ്ടാക്കുമോ ശശി തരൂർ? അതാണ് വേറൊരു സാധ്യത. ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കുക. ആ ഒരു പാർട്ടി ഉണ്ടാക്കിയാൽ എത്ര പേരുണ്ടാവും ശശി തരൂരിൻ്റെ പാർട്ടിയിൽ? അങ്ങനെ ഒരു സാധ്യതയുള്ള നേതാവാണ് ആരൊക്കെയോ അങ്ങനെ ഉണ്ടാവാം, എനിക്കറിയില്ല. ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ശശി തരൂർ രണ്ട് തെറ്റിദ്ധാരണകളിൽ നിൽക്കുന്നു. ഒന്ന്, അദ്ദേഹത്തിനൊരു പിന്നെ എന്താണ് പാർട്ടി ഭേദമന്യേ ഒരു വലിയ പിന്തുണ ഉള്ള ആളാണ് അദ്ദേഹം എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. രണ്ട്, അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളുടെ കൂടി പിന്തുണയുണ്ട്, കോൺഗ്രസിലെ തന്നെ ചില ആളുകളുടെ പിന്തുണയുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും തെറ്റിദ്ധാരണയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. കൺക്ലൂഷൻ ഇതാണ്. പക്ഷേ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഫലം? അത് നമ്മൾ നോക്കണമല്ലോ. എന്താണ് ഇതിൻ്റെ ഫലം? യഥാർത്ഥത്തിൽ കോൺഗ്രസ് ദുർബലമാണ് എന്ന് കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരാൾ, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ബോഡി, ഏറ്റവും ഒന്നാമത്തെ ബോഡി. ആ ബോഡിയിലുള്ള ഒരാൾ കോൺഗ്രസ് ദുർബലമായിരിക്കുന്നു സംസ്ഥാനത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിരന്തരം എന്നുള്ളതാണ് പ്രശ്നം. അത് ചെറുതല്ലാത്ത ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഏതാണ് ഈ പറഞ്ഞ പിന്നെ എന്താ ഗുണം ചെയ്തില്ലെങ്കിൽ ചില ദോഷം ചെയ്ത് കളയെന്ന് പറയുന്ന കണക്ക് ഈ പറയുന്ന കണക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ കോൺഗ്രസിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ യഥാർത്ഥത്തിൽ ആ പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആ
പാർട്ടിയെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ UDF-നെ കുറിച്ച് മറ്റൊരു പ്രതിച്ഛായ ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു റോളാണ് ശശി തരൂർ യഥാർത്ഥത്തിൽ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനകളെ വളരെ സൂക്ഷ്മതയോടുകൂടി കോൺഗ്രസ് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്നുകിൽ അത് നിശബ്ദമായിട്ടിരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ചെയ്യാവുന്ന ഒരു കാര്യം. കാരണം വെച്ചാൽ ഇദ്ദേഹം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, എഴുതിക്കൊണ്ടിരിക്കട്ടെ എന്ന് മാത്രം പ്രസംഗിച്ചുകൊണ്ടിരിക്കട്ടെ, അതെ, അത് ചെയ്യാൻ അനുവദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതിൽ കയറി പിടിച്ച് വിവാദങ്ങളെ കൂടുതൽ ശക്തമാക്കേണ്ട ഒരു കാര്യമില്ല. കാരണം ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ ഇത് അവസാനിച്ച് പോകാനാണ് സാധ്യത. പക്ഷേ അപ്പോഴും ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട് എന്ന കാര്യം ഒരു സംശയവുമില്ല. അത് കോൺഗ്രസിനെ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നുള്ളതാണ് ആ പാർട്ടി ഇപ്പോൾ ശശി തരൂരുമായി ബന്ധപ്പെട്ട് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എന്നാണ് എൻ്റെ വിലയിരുത്തൽ. തരൂരിൻ്റേത് വെല്ലുവിളി തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. വെല്ലുവിളി എന്ന് പറയുമ്പോൾ അമിത ആത്മവിശ്വാസം. തനിക്ക് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം പിന്തുണയല്ല, കോൺഗ്രസിൽ നിന്നുള്ള വോട്ട് മാത്രമല്ല, അപ്പുറത്തു നിന്നുള്ള ഒരുപാട് പേർ തന്നെ പിന്തുണയ്ക്കുന്നു. കോൺഗ്രസേതര വോട്ടുകളുടെ പിന്തുണയിലാണ് താൻ ജയിച്ചു വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ മത്സരിച്ച 4 തെരഞ്ഞെടുപ്പുകൾ, അതിൽ കിട്ടിയ വോട്ടുകളൊക്കെ നമ്മൾ പരിശോധിച്ചതാണ്. അപ്പോൾ 2014 ഈ 15,470 വോട്ട് കിട്ടുമ്പോൾ അന്ന് അദ്ദേഹം ഏറ്റവും അധികം വ്യക്തിപരമായ ബുദ്ധിമുട്ട് നേരിട്ട വർഷമാണ്. ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് BJP കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ വല്ലാതെ വരിഞ്ഞു മുറുക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത കേസുകളുമൊക്കെ നല്ല ബുദ്ധിമുട്ടിയ സമയമാണത്. വ്യക്തിപരമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ അത് ജയിക്കുമോ എന്ന് പോലും ആശങ്കപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തിൽ അദ്ദേഹം ജയിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തീരദേശ വോട്ടുകൾ, ആ ബെൽറ്റ് അദ്ദേഹത്തെ സഹായിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് കോൺഗ്രസ് വോട്ടുകളാണ്. കോൺഗ്രസിനെ എല്ലാ ഘട്ടത്തിലും കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ആ വിഭാഗത്തിൻ്റെ പിന്തുണ അത് തരൂർ മറക്കാൻ പാടില്ലായിരുന്നു. 2024 പ്രത്യേകിച്ചും 2024 അദ്ദേഹം വിയർത്ത ഘട്ടമാണ്. ആ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം അത് ഓർക്കുന്നില്ല. വേറെ എന്തൊക്കെയോ ഒരു തരം പിന്തുണ ഉണ്ട് എന്നൊരു തെറ്റിദ്ധാരണയിൽ അദ്ദേഹം കഴിയുകയാണ്. തരൂരിനെ സംബന്ധിച്ച് തരൂരിന് ഇനി എന്ത് സ്ഥാനമാണ് കോൺഗ്രസ് പാർട്ടി നൽകേണ്ടത്? ഏറ്റവും ഉന്നത സമിതിയായ പ്രവർത്തക സമിതിയിൽ അംഗത്വം കിട്ടുന്നു. ഈ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോഴും അപ്പുറത്തെ പാർട്ടി ഉയർത്തിക്കാട്ടിയ പേര് ഖാർഗെയുടേതാണ് എന്ന് വരുമ്പോൾ ആ സമയത്ത് ഖാർഗെക്കെതിരെ നിൽക്കേണ്ട എന്നൊരു രാഷ്ട്രീയം അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഖാർഗെ ഒരു ദളിത് നേതാവാണ്. ഒരു ദളിത് നേതാവ് പാർട്ടിയുടെ അധ്യക്ഷനായി വരട്ടെ എന്നൊരു ആലോചന ഉണ്ടാകാത്ത ഒരു വിശ്വപൗരനാണ് അദ്ദേഹം. അപ്പോൾ തനിക്ക് കൂടി മത്സരിക്കേണ്ടതുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം കണ്ടത്. ആ മത്സരത്തിലെ ജനാധിപത്യത്തെയാണ് അദ്ദേഹം ഉയർത്തിക്കാട്ടിയത്. ശരി, മത്സരിച്ചു. ആ മത്സരത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഒരു പുതിയ പ്രവണതയ്ക്ക് തുടക്കമിട്ടു. അതേതായാലും പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു. പാർട്ടിയുടെ ജനാധിപത്യ രീതിയിൽ അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അതിനുശേഷം പ്രവർത്തക സമിതിയിലേക്ക് എടുക്കുന്നതിലും തടസ്സമുണ്ടായിട്ടില്ല. അത്രയ്ക്കും പാർട്ടി ചെയ്യുകയാണ്. കാരണം അത് ഖാർഗെയല്ല വെല്ലുവിളിച്ചത്, യഥാർത്ഥത്തിൽ ഗാന്ധി കുടുംബത്തെ തന്നെയാണ് വെല്ലുവിളിച്ചത്. ആ ഒരു വെല്ലുവിളി തന്നെയാണ് അദ്ദേഹം അതിൽ നടത്തിയിട്ടുള്ളത്. ആ വെല്ലുവിളി നടത്തിയ ശേഷം അദ്ദേഹത്തെ പ്രവർത്തക സമിതിയിലേക്ക് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണഗതിയിൽ രാഹുലിനെ പിണക്കിയാൽ, സോണിയാഗാന്ധിയെ പിണക്കിയാൽ പിന്നെ പാർട്ടിയിൽ അങ്ങോട്ടേക്ക് ഒരു പ്രവേശവുമില്ല എന്ന് പറയുന്നിടത്താണ് അദ്ദേഹത്തിന് ഉന്നത പ്രവർത്തക സമിതിയിൽ തന്നെ അംഗത്വം കിട്ടിയത്. പിന്നീട് അദ്ദേഹം വഹിക്കുന്ന സ്ഥാനം എന്ന് പറയുന്നത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലേ, വിദേശകാര്യ പാർലമെന്ററി കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹത്തിന് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ആയിരുന്നു ആഗ്രഹം, അത് കിട്ടിയില്ല, അത് KC വേണുഗോപാലിന് കൊടുത്തു. പക്ഷേ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിഷയമാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എക്സ്പെർട്ടൈസ് ഉള്ള വിഷയത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണ്. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ട് ഒരു യാത്ര തന്നെ നടത്തി. ആ യാത്ര ഇതിലൂടെയൊക്കെ കടന്നുപോയി നമ്മൾ കണ്ടതാണ്. പക്ഷേ യാത്രയ്ക്കൊടുവിൽ ലീഗിൻ്റെ പിന്തുണ കൂടി തേടുന്ന ഘട്ടത്തിലാണ് അവിടെ ഹമാസിനെതിരെ നടത്തിയ പ്രതികരണം വന്നത്. അപ്പോൾ ലീഗിനെ അത് പ്രതിരോധത്തിലാക്കി. ലീഗ് ആ സമ്മേളനത്തിൽ വല്ലാതെ പ്രതിരോധത്തിലായി. തരൂരിനെ മുഖ്യാതിഥിയായി പ്രസംഗിപ്പിച്ച പരിപാടിയായിരുന്നു. അതിനുശേഷവും പക്ഷേ ലീഗ് അതിൽ വലിയ പരസ്യ പ്രകടനങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നടത്തിക്കൊണ്ടേയിരിക്കുന്ന പ്രതികരണങ്ങൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിം ലീഗ് അടക്കം ഒരു വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് വികസനവുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിനെ വിമർശിക്കാൻ, ശക്തമായ പ്രതികരണം നടത്താൻ കുഞ്ഞാലിക്കുട്ടിയെ പ്രേരിപ്പിച്ച കാര്യമാണ്. തരൂരിനെതിരെ ഒന്നും പറഞ്ഞില്ല എങ്കിലും തരൂർ പറഞ്ഞ കാര്യങ്ങളെ തള്ളിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് പ്രതിനിധികൾ പ്രതികരിച്ചത്. കാരണം ഹമാസ് തീവ്രവാദികളാണ് എന്നുള്ള ആ പ്രസംഗമുണ്ടല്ലോ, ആ പ്രസംഗത്തിന്റെ സമയത്ത് CPM വലിയ രീതിയിൽ തരൂരിനെ ആക്രമിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു മുസ്ലിം വിരുദ്ധനാണ് എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഹമാസുമായി ബന്ധപ്പെട്ട് പിന്നെ CPM പ്രതിരോധത്തിലാകുന്നത് മുൻ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിലാണല്ലോ. അപ്പോൾ K. ശൈലജയുടെ പ്രതികരണത്തിലാണ്. അതൊക്കെ തന്നെ അവിടെ നിൽക്കുകയാണ്. പക്ഷേ തരൂരിനെ സംബന്ധിച്ച് പാർട്ടിക്ക് കൊടുക്കാവുന്ന എല്ലാ പദവികളും കൊടുത്തു. ഈ 2009 അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചതിൽ ഒരാൾ ചെന്നിത്തലയാണ്. ഈ രമേശ് ചെന്നിത്തലയെ ക്ഷണിച്ചു കൊണ്ടുവന്ന നേതാവിന് വേണ്ടി രമേശ് ചെന്നിത്തല പ്രവർത്തക സമിതിയിൽ നിന്ന് അദ്ദേഹം മാറ്റപ്പെടുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയത്തിൽ പിന്നീട് നടക്കുന്നത്. അപ്പോൾ അത് സംഭവിച്ചിട്ടുണ്ട്. ഇന്നും രമേശ് ചെന്നിത്തല പ്രതികരിക്കുമ്പോൾ പറയുന്നത് പാർട്ടിക്ക് ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം പാർട്ടിയിൽ നിൽക്കുന്നതെന്ന് തന്നെയാണ് പറയുന്നത്. എല്ലാ
നേതാക്കളും ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചാണ് പ്രതികരിച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു പ്രതികരണം നടത്തിക്കൊണ്ട് ആ വെല്ലുവിളി അദ്ദേഹം അങ്ങോട്ട് നടത്തുമ്പോൾ പ്രകോപിപ്പിച്ച് അല്ലെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവർക്ക് വളമാകാൻ ഉള്ളൊരു സാഹചര്യം സൃഷ്ടിക്കേണ്ട എന്ന് കൃത്യമായ തീരുമാനമുണ്ട്. അതുകൊണ്ടാണ് കെ.സി. വേണുഗോപാലായാലും പ്രതികരിച്ചത്. ഇവിടെ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ എതിരഭിപ്രായം പറയുന്നവരെ 51 വിട്ടില്ല എന്നാണ് കെ.സി. വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ശശി തരൂരിനെ പോലെ ഒരാൾ പുറത്തേക്ക് പോകുന്നു, അങ്ങനെ ഒരു സാഹചര്യം അല്ല കോൺഗ്രസിന് ഈ സമയത്ത് ഒട്ടും അഫോർഡബിൾ ആയിട്ടുള്ള കാര്യം, അത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, സംശയം വേണ്ട. അതെ, പക്ഷേ ഇപ്പോൾ ഈ വർഷം എന്ന് പറയുന്നത് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇവിടെ നടക്കുന്നതെന്ന് ഒഴിച്ചാൽ പൊതുവെ തെരഞ്ഞെടുപ്പ് നടക്കാത്ത വർഷമാണ്. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ സംഘടനാപരമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, സംഘടനയിൽ മാറ്റങ്ങൾ വരുത്തി, ഇതിലൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ ഊന്നൽ നൽകുന്നത് എന്ന് അറിയുന്നു. ഈ വർഷം അതിനുള്ളതാണ്. ഈ സമയത്താണ് തരൂർ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രവർത്തക സമിതി അംഗം തന്നെ പാർട്ടിയെ വെല്ലുവിളിച്ച് പാർട്ടി ആകെ കുഴപ്പമാണ് എന്ന് പറയുമ്പോൾ അത് ആർക്കാണ് അപ്പുറത്ത് ഗുണം ചെയ്യുക എന്നതും പ്രധാനമാണ്. ഇനി അദ്ദേഹത്തിന് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. അദ്ദേഹം എഴുത്തുകാരനാണ്, അദ്ദേഹത്തിന് പ്രസംഗത്തിൻ്റെ വഴിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്ന ഒരു ഭാഗം, ഡിനയിങ് റൂമേഴ്സ് ദാറ്റ് ഹി വാസ് കൺസിഡറിംഗ് സ്വിച്ചിങ് പാർട്ടീസ്, തരൂർ സെഡ് ഹി ഡസ് നോട്ട് ബിലീവ് ഇൻ ചേഞ്ചിങ് എ പാർട്ടി ഇഫ് വൺ ഡസ് നോട്ട് എഗ്രി വിത്ത് certain things in it. I don't think it will be the right thing to do. One has the freedom to be outside the party, stay as an independent. But he quickly added, what I see in today's politics is that everyone wants a party or organization to back you. അപ്പോൾ പുറത്തേക്ക് പോയാലും ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കണമെന്നൊരു വസ്തു പറയുന്നു, അതോടൊപ്പം തന്നെ ഒരു ബാക്കിംഗ് വേണമെന്ന് പറയുകയും ചെയ്യും. അല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൽ ബാക്കിംഗ് ഇല്ലാതെ ആർക്കും അങ്ങനെ സ്വന്തമായിട്ട് ഒരു പാർട്ടിയിൽ നിന്ന് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? പുതിയ പാർട്ടി അല്ലെങ്കിൽ സാധ്യതകളൊക്കെ ഓപ്പൺ ചെയ്തിരുന്നു, എല്ലാം തുറന്നിടുകയാണ്. അപ്പോൾ ആ തുറന്നിട്ടുകൊണ്ട് ഏത് സമയത്താണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു തെരഞ്ഞെടുപ്പുമായി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എല്ലാ എം.പിമാരും, കേരളത്തിലെ എം.പിമാരൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അതാത് അവരുടെ മണ്ഡലങ്ങളിലൊക്കെ വേണ്ട കാര്യങ്ങളും യോഗങ്ങളൊക്കെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ശശി തരൂർ എവിടെയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ശശി തരൂരിനെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് കാണാൻ ഒരു സാധാരണക്കാരൻ ശ്രമിച്ചാൽ അത്ര പെട്ടെന്ന് അദ്ദേഹത്തെ കാണാൻ പറ്റില്ല. ഇത് സ്ഥിരമായി സാധാരണ പ്രവർത്തകർ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം ആക്സസിബിളായ നേതാവല്ല എന്ന്. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനാണ് എന്ന് അദ്ദേഹം കരുതുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ തീർച്ചയായും എല്ലാവർക്കും നല്ല താല്പര്യം തോന്നുന്ന പ്രസംഗങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകം, അദ്ദേഹത്തിൻ്റെ സംസാരം, അദ്ദേഹം സുന്ദരനാണ് എന്നുള്ളതും അദ്ദേഹത്തിന് വോട്ടർമാരെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അത് ബാക്കി എല്ലാ നേതാക്കളെയും വെല്ലുന്ന രൂപത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ഈ ശൈലിയല്ല വേണ്ടത്. ഇപ്പോൾ ഭരിക്കുന്നവരെ കൂടി പുകഴ്ത്തിക്കൊണ്ടൊരു പുതിയ ശൈലിക്കാണ് ഇനി സാധ്യത. അതാണ് പുതിയ രാഷ്ട്രീയ സംസ്കാരം എന്നൊക്കെ അദ്ദേഹം എവിടെയോ വെച്ച് വിചാരിക്കുകയാണ്. പക്ഷേ ഒരു രാജ്യത്തും അങ്ങ് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അമേരിക്കൻ രാഷ്ട്രീയം നോക്കുകയാണെങ്കിലും ഇപ്പോൾ അവിടെയാണെങ്കിലും പരസ്പരം ഏത് രൂപത്തിലാണ് വിമർശനം കടന്നു പോകുന്നത്, അല്ലേ? ആക്രമിക്കുന്ന രൂപത്തിലാണ്. അപ്പോൾ എവിടെയാണ് അദ്ദേഹം ഈ പറയുന്ന രീതിയിലുള്ള രാഷ്ട്രീയം കാണുന്നത്? ഒരു വശത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയക്കാരനല്ലാതെ ഒരു എഴുത്തുകാരനും അതിലപ്പുറം വേറൊരു തലത്തിലേക്ക് അദ്ദേഹത്തെ വെക്കുന്നു, ഒരു വശത്ത് അങ്ങനെയല്ലാതെയും. അപ്പോൾ അത് സംഭവിക്കില്ല. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ്. ഇപ്പോൾ പുറത്തേക്ക് അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല എങ്കിലും AICC പുനഃസംഘടനയൊക്കെ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ ഇപ്പോൾ ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങൾ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം OBC ദളിത് നേതാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതല നൽകിക്കൊണ്ടൊക്കെ ഒരു മാറ്റം പാർട്ടിക്കകത്ത് തന്നെ നടപ്പാക്കാനുള്ള നടപടികൾ ഇതിനകം തന്നെ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും അങ്ങനെ ചുമതല നടത്തിയിരിക്കുന്നതിൽ കുറേ ദളിത് നേതാക്കളുണ്ട്, കുറേ ഗോത്രവർഗത്തിലെ നേതാക്കളുണ്ട്, അതുപോലെ തന്നെ OBC നേതാക്കളുണ്ട്. അപ്പോൾ അത് നടപ്പാക്കി തുടങ്ങിയിരിക്കുകയാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധി ഇതുവരെ കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു പിന്നാക്കാവസ്ഥയിലായിരുന്നു എന്നും ദളിത് നേതാക്കളെയോ OBCകളെയോ പരിഗണിച്ചിരുന്നില്ല എന്നും ഇന്ദിരാഗാന്ധിക്ക് പോലും ആ പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നും തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ പിഴവുകൾ സമ്മതിച്ചുകൊണ്ട് ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലേക്ക് പാർട്ടി പോകുന്നിടത്താണ് അപ്പുറത്ത് എനിക്ക് ഈ പൊസിഷനല്ല അതിലപ്പുറമുള്ള പൊസിഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നാക്ക വിഭാഗക്കാരൻ ഇപ്പോൾ ഒരു ആവശ്യം ഉന്നയിക്കുന്നത്. അപ്പോൾ ആ ആവശ്യം ഇപ്പോൾ പരിഗണിക്കാവുന്ന ഒരു സ്ഥിതിയിലേ അല്ല കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിനെ ഇപ്പോൾ ജീവൻ മരണ പോരാട്ടം നടത്തുമ്പോൾ ഈ പറയുന്നത് ശരിയാണ്. കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ എന്ത് തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിൽ നടത്തുന്നു എന്ന് ചോദിച്ചാൽ അതൊരു വിമർശനമാണ്. അത് പക്ഷേ പാർട്ടിക്ക് അകത്ത് ഉന്നയിക്കേണ്ട വിമർശനമാണ്. ഇപ്പോൾ ലീഗ് ഇപ്പോൾ ആ വിമർശനം മുന്നണിക്കകത്താണ് ഉന്നയിക്കുക. കോൺഗ്രസിനകത്ത് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മത്സരിക്കുന്നു എന്ന് പറയുന്ന നേതാക്കളെല്ലാം ഇപ്പോൾ ഒന്നിച്ചായല്ലോ. തരൂർ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒന്നിച്ച് പ്രതികരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ആ തരൂർ വിഷയം യഥാർത്ഥത്തിൽ ഇവിടുത്തെ കോൺഗ്രസിനെ ഒരുമിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു യാഥാർത്ഥ്യം കൂടി അവിടെ നിൽക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരം എന്ന് പരിഹസിക്കുമ്പോൾ താനും ആ ഒരു ആഗ്രഹത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയാണ്. തരൂരിനെ സംബന്ധിച്ച്
കോൺഗ്രസ് വിട്ടുകഴിയുന്ന തരൂരിന് ഈ പറയുന്ന സ്വീകാര്യത ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കോൺഗ്രസിൽ നിൽക്കുന്നതുകൊണ്ടാണ് തരൂരിന് ഈ തരത്തിലുള്ള സ്വീകാര്യത. അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു പ്രാസംഗികൻ എന്നുള്ള സ്വീകാര്യത അദ്ദേഹത്തിന് കിട്ടും. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരൻ നിൽക്കുമ്പോൾ, കോൺഗ്രസിൽ നിൽക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ആ സ്വീകാര്യത ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അദ്ദേഹം BJP-യിലേക്ക് പോവുകയാണെങ്കിൽ, BJP-യിൽ അടുക്കുകയാണെങ്കിൽ തന്നെ റദ്ദ് ചെയ്യലാകുമത്. അല്ലേ, താൻ എഴുതിയ പുസ്തകങ്ങൾ, താൻ നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിന് ഇപ്പോഴും പാർലമെന്റിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രസംഗം അദ്ദേഹത്തിന് നടത്താൻ പറ്റിയില്ല എന്ന വേദനയാണുള്ളത്. അപ്പോൾ അങ്ങനെ വേദനിക്കുന്ന ഒരാൾക്ക് BJP-യുമായി സഹകരിക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. ഇനിയിപ്പോൾ പറയുന്നത് പോലെ CPM-ലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളം എന്ന ഒരു ഠാവട്ടത്തിൽ നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടി നിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസിൽ നിൽക്കുക മാത്രമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിൽ നിൽക്കാൻ ഉള്ള ഏക വഴി കോൺഗ്രസ് ആണ്. അതിലപ്പുറം ചിന്തിക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഈ തിരിച്ചു പ്രതികരിക്കേണ്ട എന്ന് തന്നെ കരുതുന്നു, പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതുന്നു. പക്ഷേ ഇതിലപ്പുറം കടന്ന് വേറെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് പോകുമായിരിക്കാം. നിലവിൽ എന്തായാലും പ്രതികരിക്കേണ്ട എന്നുള്ള തീരുമാനം തന്നെ. ഏതായാലും രാഹുൽ ഗാന്ധിയുമായുള്ള ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് നിരാശയുണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ നിരാശയുടെ പ്രകടനം തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അഭിമുഖം അതിന് മുൻപെടുത്ത അഭിമുഖമാണെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് അഭിമുഖങ്ങൾ പല കോൺഗ്രസ് നേതാക്കളുടെ അഭിമുഖങ്ങൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അതല്ലേ, അത് പുറത്തു വന്നു കഴിഞ്ഞ കാര്യമാണ്. അതിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനമടക്കം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ തന്നെ ഉയർത്തിക്കാട്ടണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ KPCC ആസ്ഥാനത്ത് ഒരു മുറി എന്നുള്ള അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ആവശ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ അല്ലേ, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഒരു ചെറിയ ആവശ്യമാണ്. ആ ആവശ്യം അംഗീകരിക്കാവുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ പ്രവർത്തക സമിതി അംഗം എന്നുള്ള ഒരു ബഹുമാനം അദ്ദേഹത്തിനൂടെ കേരളത്തിലെ നേതാക്കൾ നൽകുന്നില്ല എന്ന് പറയുന്നതിൽ അല്പം ശരിയുണ്ട്. അദ്ദേഹത്തെ കൂടി അംഗീകരിക്കുക. പക്ഷെ അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങുന്നില്ല എന്നാണ് തിരിച്ചപ്പുറത്തുള്ളവർ പറയുന്നത്. ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു രാഷ്ട്രീയ നേതാവ് അല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നത് എന്നും അപ്പുറത്തുള്ളവർ പറയുന്നു. പക്ഷേ ഒരുമിച്ച് പോവുകയാണ് ഈ സമയത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIM ഇപ്പോൾ പറയുന്നു ഒരിക്കലും അനാഥനാകില്ല. പല നേതാക്കളുടെയും പ്രതികരണം ഭയങ്കര രസമുള്ള പ്രതികരണമാണ്. കോൺഗ്രസിന് പുറത്തേക്ക് വന്നാൽ ഒരു അനാഥനാകില്ല എന്ന് പറഞ്ഞത് തോമസ് ഐസക്കാണ്. നേരത്തെ തരൂരിനെ ഒരു വിപ്ലവകാരി എന്ന് വിശേഷിപ്പിച്ച AK ബാലനും പറഞ്ഞു കോൺഗ്രസിന് തരൂരിനെ തൊടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള രസകരമായ പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട്. BJP-യുടെ അങ്ങനെ ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷേ BJP സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ തരൂർ ഇപ്പോൾ നടത്തുന്ന വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി അധികം തുടരാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സുജയ, തരൂരിൻ്റെത് വെല്ലുവിളിയാണോ? ശശി തരൂർ വെല്ലുവിളിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അതിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ കാണുന്നത്. മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരെയുള്ള മത്സരം തന്നെ ഒരു ഓപ്പൺ ചലഞ്ചായിരുന്നു. നേതൃത്വത്തിനെതിരെ സംസാരിക്കാൻ, അല്ലെങ്കിൽ നേതൃത്വത്തിന്റെ പ്രത്യേകിച്ചും നെഹ്റു കുടുംബത്തിന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ വരെ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശശി തരൂർ തന്റേതായ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ആ തെരഞ്ഞെടുപ്പിൽ അത്രയും വോട്ട് പിടിക്കുന്നതിലൂടെ. 1000-ൽ പരം വോട്ടെന്ന് പറയുന്നത് ഖർഗെക്കെതിരെ, അതും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും എല്ലാം ചേർന്ന് പിന്തുണയ്ക്കുന്ന മല്ലികാർജ്ജുൻ ഖർഗെക്കെതിരെ അത്രയും വോട്ട് പിടിക്കാൻ തനിക്ക് കഴിയും എന്നുള്ളത് ശശി തരൂർ കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ശശി തരൂർ ഒരു പോരാട്ടത്തിനിറങ്ങിയതാണ്. ഒന്നുകിൽ അകത്ത് രാജാവായി നിൽക്കുക, ഇല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുക എന്ന ഒരു നീക്കത്തിലേക്ക് ശശി തരൂർ കടക്കുന്നതിൻ്റെ ഒരു സൂചനയായി ഇപ്പോഴത്തെ ഈ പരാമർശങ്ങളെയൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേരളത്തോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് എന്ന് കരുതാൻ കഴിയില്ല. കേരളത്തെ നയിക്കാൻ താൻ തയ്യാറാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നത് തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് വ്യക്തമാണ്. 2026 എന്ന് അദ്ദേഹം എടുത്തു പറയുകയാണ്. നിലവിൽ MP ആയിരിക്കുന്ന ഒരാൾ 2026 എന്ന വർഷം അധികാരത്തിൽ എത്തുന്നതിനായി പരിശ്രമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് UDF-ന് അസാധ്യമാണ് എന്ന് പറയുന്നു. അതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് നേതാവില്ല എന്നതാണ്. ഇത്രയധികം നേതാക്കൾ, നേരത്തെ AI ഹൈക്കമാൻഡ് അങ്ങനെ 3 ഗ്രൂപ്പുകളിലായി നിൽക്കുന്ന നേതാക്കളെക്കുറിച്ചാണ് നമ്മൾ ഉമ്മൻചാണ്ടി കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിൽ ഉമ്മൻചാണ്ടി പോയതിനു ശേഷം A ഗ്രൂപ്പ് അങ്ങ് ഏതാണ്ട് ഇല്ലാതായി എന്നുള്ള അവസ്ഥയും KC വേണുഗോപാൽ പൂർണ്ണമായും ആധിപത്യം പിടിക്കുകയും രമേശ് ചെന്നിത്തല അടക്കം ഇടയ്ക്കൊന്ന് താണും പൊങ്ങിയും നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നെ VD സതീശനാണ് ഒരു പവർ ഫാക്ടറായി നിന്നത്. എന്നാൽ VD സതീശനെ മറിച്ചിട്ടുകൊണ്ട് വീണ്ടും രമേശ് ചെന്നിത്തല കയറി വരുന്നത് നമ്മൾ കാണുന്നു. അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഓരോ നേതാവിനും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. അവിടെയാണ് ഇവിടെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന പോപ്പുലാരിറ്റി ഫാക്ടർ കേരളത്തിലെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതലുള്ളത് തനിക്കാണ് എന്ന് പറഞ്ഞുറപ്പിക്കാൻ ശശി തരൂർ തന്നെ ഈ ഇന്റർവ്യൂവിൽ ശ്രമിക്കുകയാണ്. അതിൽ ആ ചോദ്യങ്ങളിലൊന്നും അങ്ങനെ ഒരു പോപ്പുലാരിറ്റി ഫാക്ടറിനെ കുറിച്ചുള്ള വളരെ പാസീവായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതിനെ അദ്ദേഹത്തിന് വളരെ ക്ലവറായി, വളരെ ക്ലാസിക് സ്റ്റൈലിൽ കൃത്യമായി, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ശശി തരൂരിന് കൃത്യമായി എങ്ങനെയാണ് പിച്ചിൻ്റെ ബൗൺസ് നോക്കി കൃത്യമായി ഒഴിഞ്ഞു മാറാനും എല്ലാം അറിയാവുന്ന ആളാണ് ശശി തരൂർ. പക്ഷേ കൃത്യമായി പിച്ചറിഞ്ഞ് ശശി തരൂർ അവിടെ തൻ്റെതായ ഒരു പ്ലേ സ്റ്റൈൽ പുറത്തെടുത്തു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഈ അവസരം ശശി തരൂർ ഉപയോഗിക്കുകയാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ ആരായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിലേക്ക് ഉള്ള ടോപ്പ് കണ്ടന്റേഴ്സിന്റെ പട്ടികയിൽ അതിനേക്കാൾ മുകളിൽ അതുക്കും മേലെ നിൽക്കുന്നയാൾ ഞാനാണ് എന്ന് പറയാനാണ് ശശി തരൂർ
തരൂർ ഈ അഭിമുഖത്തിലൂടെ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ പൂർണ്ണരൂപം വരുമ്പോൾ ഇനി മറ്റേതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് കൂടി കൂടുതലായി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമാകും. എന്തായാലും പൊളിറ്റിക്കലി കറക്റ്റാണോ ശശി തരൂർ എന്നുള്ള ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, എൻ്റെ സംസാരവും പെരുമാറ്റവും ഒക്കെയാണ് ഞാൻ നിന്ന മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ വോട്ട് ഉയർത്തിയത്, അല്ലാതെ കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്ക് എന്നുള്ള ഒന്നല്ല. അത് സത്യമല്ലേ? തിരുവനന്തപുരം മണ്ഡലത്തിൽ കോൺഗ്രസിന് മാത്രം വോട്ട് കൊണ്ട് ഒരിക്കലും ശശി തരൂരിന് ജയിക്കാൻ കഴിയില്ല. അത് അവിടുത്തെ പരസ്യമായ രഹസ്യമാണ്. കാരണം ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് എത്രയാണ്, ആര് മത്സരിച്ചു കഴിഞ്ഞാലും എത്രയാണ് വോട്ട് കിട്ടുന്നത് എന്നതിനെ അനുസരിച്ച് തന്നെയാണ് അവിടെ നിൽക്കുന്ന ശശി തരൂർ ആയാലും മറ്റൊരു സ്ഥാനാർത്ഥി വന്ന് കോൺഗ്രസിന് വേണ്ടി നിന്നാലും ഇത് തന്നെയാണ് സംഭവിക്കുക. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ കുറച്ചുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചിരുന്നെങ്കിൽ ശശി തരൂർ തോറ്റേനെ. ഈ തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു പോയേനേയും. കാരണം BJPക്ക് അവിടെയുള്ള വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അവരത് കൂട്ടി വരികയാണ്. തിരുവനന്തപുരം എന്ന് പറയുന്ന മണ്ഡലത്തിൽ BJPയുടെ വോട്ട് ബാങ്കാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. അവിടെ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കാണ് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ശശി തരൂർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയാൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് വിട്ട് BJPയിൽ എത്തിയവരാണ് ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അടക്കമുള്ള നേതാക്കളിൽ ബഹുഭൂരിപക്ഷവും more than 50% എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്ന് തന്നെ BJPയിലേക്ക് എത്തിയവരാണ്. ത്രിപുരയിലൊക്കെ എന്താ സംഭവിച്ചത് നമ്മൾ കണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, മാറ്റങ്ങൾ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? 2026 കേരളത്തിൽ കോൺഗ്രസിനെ UDFനെ നയിക്കാൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എന്നെ ഉയർത്തിക്കാട്ടൂ. എനിക്ക് നല്ല പ്രതിച്ഛായയല്ലേ? എനിക്ക് കേരളത്തിലെ ആളുകൾക്കിടയിൽ ആക്സെപ്റ്റൻസ് ഇല്ലേ? പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗിനിടയിൽ നമ്മൾ മൈനസ് ദാറ്റ് ആന്റി ഹമാസ് സ്റ്റേറ്റ്മെന്റ്, തരൂരിന് നല്ല പ്രതിച്ഛായയില്ലേ എന്നൊക്കെയാണ് തരൂർ ചോദിക്കുന്നത്. അപ്പോൾ തരൂരിനെ എന്തുകൊണ്ട് ഉയർത്തിക്കാട്ടുന്നില്ല? ഇവിടെ ഇപ്പോൾ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്ന കെ സുധാകരൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ടു സമാൻ എക്സ്റ്റെന്റ് KC വേണുഗോപാൽ, ഈ 5 പേരുടെ പേരാണ് പ്രധാനമായും CM പ്രോബബിൾസ് എന്ന രീതിയിൽ കേരളത്തിൽ കോൺഗ്രസിനുള്ളിൽ ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിൽ പോലും എൻ്റെ പേര് വരുന്നില്ലല്ലോ. അത് ശശി തരൂരിനെ ഹോണ്ട് ചെയ്യില്ലേ? കാരണം ഞാൻ ഇത്രയും പ്രമുഖനായിട്ട് നിങ്ങളാരും എന്നെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, സോ അതിനകത്തേക്ക് ഞാനുമുണ്ട് എന്ന് തരൂർ തന്നെ പറഞ്ഞു വെക്കുകയാണ്. വേറെ ആരും അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ പേരങ്ങോട്ട് എടുത്തു പറയുന്നില്ല, ചർച്ചകളിലേക്ക് വരുന്നില്ല. നമ്മൾ തന്നെ ചർച്ച ചെയ്യുമ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് എന്ന് പറയുന്നു. ഇടതുപക്ഷം പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ അവിടെ രമേശ് ചെന്നിത്തല ഇരിക്കുന്ന വേദിയിൽ സ്വാഗത പ്രാസംഗികൻ പറയുമ്പോൾ അതിനെ ഒരു ലൈറ്റർ നോട്ടിലാണെങ്കിൽ പോലും പറഞ്ഞു വിടുന്നു, അതും ചർച്ചയാകുന്നു. പക്ഷേ അവിടെയൊന്നും ശശി തരൂർ എന്ന പേരേ ഇല്ല. അപ്പോൾ അദ്ദേഹം അതിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ആ ഒരു മത്സരത്തിലേക്ക് ശശി തരൂർ കൂടി തന്നെ പ്ലേസ് ചെയ്ത് വെക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. ഇവിടെ കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം, തിരുവനന്തപുരം മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളം എടുത്തു നോക്കിയാൽ കോൺഗ്രസിൻ്റെ വോട്ട് മാത്രം കൊണ്ട് CPIMനെ അല്ലെങ്കിൽ LDFനെ അട്ടിമറിച്ച് ഇപ്പോൾ 2026 ഭരണത്തിലെത്താമെന്ന് കരുതിയാൽ അത് നടക്കില്ല. ലീഗിൻ്റെതായ വോട്ട് ബാങ്ക് ഉണ്ട്, അത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉയർത്താൻ സാധിക്കുന്ന ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ലീഗ് കടക്കാനും സാധ്യതയുണ്ട്. ഈ സമയം ചെലവാക്കാൻ ഓപ്ഷൻ ഇല്ല എന്ന് വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പുസ്തകം എഴുതാനൊന്നുമല്ല. ശശി തരൂർ എന്ന് പറയുന്ന വ്യക്തി എന്തായാലും പുസ്തകം എഴുതാനോ പ്രസംഗിക്കാനോ മാത്രമല്ല ഈ വാചകങ്ങൾ പറഞ്ഞത് എന്നുള്ളത്, അങ്ങ് പറഞ്ഞത് പൂർണ്ണമായും ഞാൻ അംഗീകരിക്കുകയാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം ശശി തരൂരിന് വേണം. അതാണ് ശശി തരൂർ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അവഗണനയിലെ അതിർത്തി എന്നൊന്നും നമുക്കതിനെ ചുരുക്കി കാണാൻ കഴിയില്ല. ഇനി കേരളത്തിലെ കോൺഗ്രസിലേക്ക് വന്നാൽ ഇവിടെ ഒരു ലീഡർഷിപ്പ് വാക്വമുണ്ട് എന്നതാണ് ശശി തരൂർ പറയുന്നത്. അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന് ഒറ്റ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ CPIMന് പിണറായി വിജയൻ, LDFന് പിണറായി വിജയൻ എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനെ നേർക്കുനേരെ നിൽക്കാനായിട്ട് ആരെയാണ് ഒരു സിംഗിൾ ലീഡറിനെ പ്രൊജക്ട് ചെയ്യാൻ എല്ലാവരും കൂടി അല്ലെങ്കിൽ ഒരു യുനാനിമസ് ആയ ഡിസിഷനിലേക്ക് എത്തുമോ? VD സതീശനെ സമ്മതിക്കുമോ? VD സതീശൻ വരാനായി രമേശ് ചെന്നിത്തല സമ്മതിക്കുമോ? രമേശ് ചെന്നിത്തല വരാൻ VD സതീശൻ സമ്മതിക്കുമോ? ഇനി ഇവർ രണ്ടുപേരും തയ്യാറായി കഴിഞ്ഞാൽ കെ സുധാകരൻ സമ്മതിക്കുമോ? ഈ 3 പേരും കൂടി വന്നു കഴിയുമ്പോൾ കെ മുരളീധരൻ മിണ്ടാതിരിക്കുമോ? ഈ 4 പേരും കൂടി ഒന്ന് സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KC വേണുഗോപാൽ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വരില്ലേ? അപ്പോൾ ആരെ വേണം ചൂസ് ചെയ്യാൻ എന്നത് ഹൈക്കമാൻഡിന് മുന്നിൽ അത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. രണ്ടാമത്തേത് 2026 UDF അധികാരത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ പ്രവർത്തനമൊന്നും പോരാ. നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ UDFന് അധികാരത്തിലേക്ക് വരാൻ കഴിയൂ. അപ്പോൾ അമിത ആത്മവിശ്വാസം കളയണമെന്നുള്ള ശശി തരൂരിൻ്റെ പോയിന്റ് കോൺഗ്രസ് നല്ല അർത്ഥത്തിൽ എടുക്കേണ്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ഇനി പാർട്ടിയുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. കാരണം കേന്ദ്രത്തിലും കേരളത്തിലും തുടർച്ചയായി അധികാരത്തിലില്ലാതിരിക്കുമ്പോൾ സഖ്യകക്ഷികൾക്ക് മുറുമുറുപ്പുണ്ടാകും. അത് ഇതിനകം തന്നെ ലീഗ് പല തരത്തിൽ അത് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ പ്രതികരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ അടിച്ചമർത്തൽ സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന തരൂരിന് ആക്സസിബിലിറ്റി എന്ന് പറയുന്നത് 2 ഫ്രണ്ടിലേക്കുമുണ്ട്. അതായത് NDAയിലേക്ക്, BJPയിലേക്കുമുണ്ട്, അതുപോലെ തന്നെ LDFൽ CPIMലേക്കും നല്ല രീതിയിലുള്ള ആക്സസ് ശശി തരൂരിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതാണ് നമ്മൾ പ്രതികരണങ്ങളിലൂടെ കണ്ടത്.
ഇനി ചില കോൺഗ്രസ് നേതാക്കൾ പറയും തരൂർ പോയാൽ പോവട്ടെ, തരൂർ പോയാൽ എന്ത് സംഭവിക്കാനാണ്, പക്ഷേ തരൂർ പോയി കഴിഞ്ഞാൽ കോൺഗ്രസിന് ഒരു ഫേസ് ആണ് പോകുന്നത്. അതുപോലെ അങ്ങനെയുള്ള ഒരു ഫേസ് കോൺഗ്രസിന് വേറെ എടുത്തു കാണിക്കാൻ അങ്ങനെയുള്ള ഒരു ടോൾ ഫിഗർ വേറെ കോൺഗ്രസിന് കേരളത്തിൽ നിലവിലില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഇനി ബി ജെ പിയിലേക്ക് പോയാൽ തരൂരിന് അവിടെ പ്ലാറ്റ്ഫോംസ് ഉറപ്പായും കിട്ടും. കാരണം തരൂരിൻ്റെ ഒരു കാരിസ്മ, അതുപോലെ തന്നെ തരൂരിൻ്റെ ഒരു UN മുതലുള്ള ആ പ്രവർത്തന പാരമ്പര്യം വെച്ച് അത് നന്നായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർട്ട്ഫോളിയോ കൊടുക്കാനായിട്ട് ഈസിയാണ്. അപ്പോൾ തരൂർ അങ്ങനെയുള്ള വളരെ ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന, പ്രത്യേകിച്ചും കോൺഗ്രസിലേക്ക് വന്നത് തന്നെ തനിക്ക് കൃത്യമായ അവസരങ്ങൾ കിട്ടുമെന്നുള്ള അങ്ങനെ വളരെ അംബീഷ്യസ് ആയിട്ടുള്ളൊരു നേതാവാണ്. അപ്പോൾ ശശി തരൂർ എന്തായാലും അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൻ്റെ ലാസ്റ്റ് ലാപ്പിലേക്ക് കയറുകയാണ്. അത് അദ്ദേഹം ഏറ്റവും ഗംഭീരമായിട്ട്, ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള, ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്, ഏറ്റവും നന്നായി ഒരു സെഞ്ചുറിയിലല്ലാതെ അദ്ദേഹം ഫിനിഷ് ഓഫ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ല എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. CPIലേക്ക് പോയാൽ ലിമിറ്റഡ് സ്കോപ്പാണ്. അങ്ങ് പറഞ്ഞതുപോലെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി കേരളത്തിൽ എത്ര കാലം ഉണ്ടാകുമെന്ന് കണ്ടറിയണം. അപ്പോൾ വിദൂര സാധ്യത മാത്രമാണ് അദ്ദേഹം CPIലേക്ക് പോകാൻ. ഇനി കേരളത്തിൽ കോൺഗ്രസ് ചുമതല കൊടുക്കുകയാണെങ്കിൽ ചെറിയ ചുമതല പോരാ, മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് തന്നെ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നേരിടണം എന്നതായിരിക്കും തരൂർ ആവശ്യപ്പെടുന്നത്. അത് സമ്മതിച്ചു കൊടുക്കും നേതാക്കളെന്നും നമുക്ക് കരുതാൻ കഴിയില്ല. ഇനിയിപ്പോൾ UDFനുള്ളിൽ കോൺഗ്രസിന് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് അതിൻ്റെ ഒരു സാരഥ്യത്തിലേക്ക്, അല്ലെങ്കിൽ UDFൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്യാം, ഞങ്ങളിപ്പോൾ മത്സരിക്കുന്ന സീറ്റുകളല്ല, അതിൽ കൂടുതൽ സീറ്റുകൾ മത്സരിച്ച് ഞങ്ങൾക്ക് മുന്നണിയെ അധികാരത്തിലെത്തിക്കാൻ കഴിയുമെന്ന് പറഞ്ഞൊരു 40 സീറ്റ്സ് വരെയൊക്കെ ഡിമാൻഡ് ചെയ്യാനുള്ളൊരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മുസ്ലിം വോട്ട് കൺസോളിഡേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാധ്യതയിലേക്ക് ലീഗ് പോയാലും നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അല്ലാത്ത പക്ഷം ലീഗ് 40 സീറ്റ്സ് എങ്കിലും മത്സരിച്ചാലേ 40 സീറ്റിൽ മത്സരിച്ചാലേ UDFന് അധികാരത്തിലെത്താൻ കഴിയുള്ളൂ. മുസ്ലിം വോട്ടിന്റെ കൺസോൾട്ടേഷൻ ഇല്ലാതെ UDFന് അധികാരത്തിലെത്താൻ കഴിയില്ല. അല്ലാത്ത പക്ഷം മൂന്നാം ഇടത് സർക്കാർ എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ മുസ്ലിം വോട്ട് ബാങ്കിന്റെ ആ ഒരു കൺസോൾട്ടേഷനിലേക്ക് എത്തണം. PK കുഞ്ഞാലിക്കുട്ടി ഹൈക്കമാൻഡുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻകൈ എടുക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസിലെ തമ്മിലടി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തോറ്റുപോകും. അങ്ങനെ തോറ്റിരിക്കുന്ന പ്രതിപക്ഷമായി ഇനി ഇരിക്കാൻ ലീഗ് തയ്യാറല്ല എന്നത് തന്നെയാണ്. എന്തായാലും ലീഗിന്റെ ഫസ്റ്റ് ചോയ്സ് അത് എന്തായാലും ശശി തരൂരല്ല, രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല കഴിഞ്ഞാൽ സെക്കൻഡ് ചോയ്സ് എന്ന് പറയുന്നത് ഈ ആന്റി ഹമാസ് സ്റ്റേറ്റ്മെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ തരൂർ തന്നെയാണ്. ചെന്നിത്തല കഴിഞ്ഞാൽ തരൂർ, അത് ലീഗിന്റെ ഒരു ചോയ്സാണ്, NSSന്റെ ചോയ്സാണ്. അപ്പോൾ ആ രീതിയിൽ തരൂരിന് പലയിടത്തും അക്സെപ്റ്റൻസ് ഉണ്ട്. നമ്മൾ കരുതുന്നതിനപ്പുറം തരൂരിന്റെ ഒരു അക്സെപ്റ്റൻസ് ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്കൊക്കെ നല്ല ചങ്കിടിപ്പ് കൂട്ടുന്ന വെല്ലുവിളിയാണ് തരൂർ ഈ പോഡ്കാസ്റ്റിലൂടെ ലിസ് മാത്യുവിന് കൊടുത്ത അഭിമുഖത്തിലൂടെ മുന്നോട്ട് വച്ചിരിക്കുന്നത്. തരൂരിൻ്റേത് വെല്ലുവിളിയോ എന്നതായിരുന്നു ചോദ്യം. യെസ് എന്നാണ് 3 പേരും അഭിപ്രായപ്പെട്ടത്. Meet the editors.